പാഠം 782. തെളിവുകൾ വരുന്ന വഴി. ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? മണി 9:15 മോനട്ടാ. ഇന്ന് രാവിലെ തന്നെ എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ദാമോദരൻ സാറിന്റെ സ്ഥലം അളക്കാൻ ചെല്ലുവാമോ എന്ന് ചോദിച്ചു. സാറ് രാവിലെ 9 മണി കഴിയുമ്പോ ബാങ്കിലേക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു 8 മണിക്കേ ചെല്ലാമെന്ന്. പക്ഷെ രാവിലെ സാറിപ്പ വിളിച്ച് പറഞ്ഞിരിക്കുക ഇന്ന് രാവിലെ ചെല്ലണ്ട, വൈകിട്ട് ചെന്നാ മതിയെന്ന്. ഇതെവിടെ തന്നെയായോ മോനട്ടാ? ദാമോദര സാറിന്റെ സ്ഥലം വളർന്നു കൊടുക്കുന്നത് മോഹനേട്ടന്റെ ബാധ്യതയൊന്നും അല്ലല്ലോ. ഒരു ഉപകാരം ചെയ്യുമ്പോ മോഹനേട്ടന്റെ സൗകര്യമില്ലേ നോക്കേണ്ടത്? മോഹനേട്ടൻ എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് അപ്പൊ ചെല്ലുന്നു. ആവശ്യക്കാരനായ ദാമോദര സാറ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളണം. അങ്ങനെയല്ലേ വേണ്ടത്? ഭാമേ, നീ പറയുന്നത് നിയമപരമായിട്ട് ശരിയായിരിക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിയമം മാത്രം നോക്കിയാൽ പോരല്ലോ. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള ആരെങ്കിലും ഇവിടെ ഒരു സഹായവും ആവശ്യപ്പെട്ട് വരുമ്പോ 1 രൂപ പോലും വാങ്ങാതെ ഞാൻ അവരെ സഹായിക്കുന്നത്. ഇക്കാലത്ത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്റെ മോഹനേട്ടാ. മോഹനേട്ടന്റെ നല്ല മനസ്സുകൊണ്ട് മോഹനേട്ടൻ ഓരോരോ സഹായങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യും. ആ സഹായങ്ങൾ കിട്ടുന്നവരോ അപ്പൊ തന്നെ അതങ്ങ് മറക്കുകയും ചെയ്യും. തിരിച്ചൊരു ഉപകാരം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല വാക്ക് പോലും മോഹനേട്ടനെ പറ്റി പറയുകയില്ല. എന്ന് ആര് പറഞ്ഞു? ഈ നാട്ടിലുള്ള എത്രയോ ആളുകൾ എന്നെ പറ്റി നല്ലത് പറയുന്നു. ബേക്കറിയിലെ പുഷ്കര ഇന്നലെ എന്നോട് പറയുക, സാറന്ന് കൃത്യസമയത്ത് പോക്കുവരവ് ചെയ്തു തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ഈശ്വരാ എന്ന്. അത് പുഷ്കരനെ നന്ദി കൊണ്ട് പറഞ്ഞതൊന്നും അല്ല. പോക്കുവരവ് കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് മോനട്ടാ. കരമടയ്ക്കണം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം സമയത്ത് കിട്ടാനായി പുഷ്കരൻ വളരെ അഡ്വാൻസ് ആയി മോഹനേട്ടനൊന്ന് സോപ്പിട്ടെന്നല്ലേ ഉള്ളൂ. മോഹനേട്ടാ, മറ്റുള്ളവർ പുകഴ്ത്തി പറയുമ്പോ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പൊ നീ പറഞ്ഞത് നിന്റെ അനുഭവമാണ്. ഒന്നാമത് നിന്നെ ആരും പുകഴ്ത്തി പറയുന്നില്ല. ഇനിയിപ്പൊ ആരെങ്കിലും നിന്നെ പുകഴ്ത്തി പറഞ്ഞാൽ തന്നെ അത് കള്ളന്മാരും കൊലപാതകളും ആയിരിക്കും. കേസ് ജയിക്കാനായി വക്കീലിനെ പുകഴ്ത്തുന്ന കള്ളൻ അത് കഴിയുമ്പോ അതങ്ങ് മറക്കും. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വക്കീലായാലും വില്ലേജ് ഓഫീസർ ആയാലും ഇതിലൊന്നും ഒരു കാര്യമില്ല മോനട്ടാ. കാര്യസാധ്യത്തിനു വേണ്ടി ആരും ആരെയും പുകഴ്ത്തും. കാര്യം കണ്ടു കഴിയുമ്പോഴോ അവരൊക്കെ അത് മറക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തൊരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങുന്നതാണ് നമുക്ക് നല്ലത്. നാളെ വഴി കാണുമ്പോൾ അയാൾ മിണ്ടിയില്ലെങ്കിലും ചെയ്ത സഹായത്തിന് കൂലി കിട്ടിയല്ലോ എന്നൊരു സന്തോഷമെങ്കിലും നമുക്കുണ്ടാവും. ഞാൻ ചെയ്യുന്ന ജോലിക്ക് സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മറ്റു വഴിയിൽ പണം സമ്പാദിക്കുന്നത് നിയമപരമായി തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും പ്രതിഫലം വാങ്ങില്ല. അയ്യോ വേണ്ടായേ. ഇങ്ങനെ അമിതമായ ആദർശം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒടുവിൽ മോഹനേട്ടൻ തന്നെ ദുഃഖിക്കേണ്ടി വരും. ദാമോദര സാറിന് സ്ഥലം അടന്നു കൊടുത്തിട്ട് മോഹനേട്ടൻ ഇങ്ങ് പോരും. നാളെ ദാമോദര സാറും മോഹനേട്ടൻ തിരിച്ചൊരു സഹായം ചെയ്യാൻ പോകുന്നില്ല. വേണ്ട, ഇന്നൊരു ദിവസമെങ്കിലും ദാമോദരൻ സാറിന് എന്നോട് കുറച്ചെങ്കിലും നന്ദി കാണുമല്ലോ. മറ്റൊരാളെ കാണുമ്പോ ഇന്നത്തെങ്കിലും നന്ദി പറയുമല്ലോ. എനിക്കത് മതി. ഭാമേ, പണമുണ്ടാക്കാൻ പല വഴികളുണ്ട്. പക്ഷേ സൽപ്പേരുണ്ടാക്കാനാണ് പാട്. എന്റെ സൽപ്പേര് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതിന് കോട്ടം തട്ടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഈ തർക്കം നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം. മോഹനേട്ടൻ ഇഷ്ടം പോലെ ചെയ്തു. സൽപ്പേര് മോഹനകൃഷ്ണൻ സാറിനെ ആരോ വിളിക്കുന്നുണ്ട്. പോയി ആ ഫോൺ എടുത്തോളൂ. ഉള്ള സൽപ്പേര് എന്നിട്ട് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുമോ നോക്ക്. അതുണ്ടെങ്കിൽ ഒന്നും ലഭിക്കും. ഹലോ. ആരാണ്? ഇത് അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. വക്കീലുണ്ടോ? ഉണ്ട്, കൊടുക്കാം. ഭാമേ, ആരാണെന്ന് പറയണം. ഞാനൊരു കക്ഷിയാ. ഒരു കേസുണ്ട്. കക്ഷിക്ക് പേരില്ലേ? അത് പിന്നെ സദാശിവൻ ഒരു അതിർത്തി തർക്കോ. ആരാ മോനേട്ടാ കക്ഷി?
ഹലോ. വക്കീലെ, ഞാനാ നാരായണൻകുട്ടി. ആ, ഈ ഞാൻ പറഞ്ഞ കാര്യം എന്തായി വക്കീലെ? അത് ഞാൻ മോഹനോട് സംസാരിച്ചിട്ടില്ല. ആ, അത് നാരായണൻകുട്ടി ഇപ്പൊ തന്നെ സംസാരിച്ചൂടായിരുന്നോ? അയ്യോ, അത് ശരിയാവില്ല വക്കീലെ. ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. സാർ സമ്മതിക്കില്ല. വക്കീല് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. അതേ നടക്കൂ. അല്ല, ഞാനാ സംസാരിക്കുന്നതെന്ന് സാറിനോട് പറഞ്ഞില്ല. പേര് ചോദിച്ചപ്പോ സദാശിവൻ എന്ന് പറഞ്ഞു. ഇതിലിപ്പോ ഇത്ര പേടിക്കാൻ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വില്ലേജ് ഓഫീസറെ കൊണ്ട് ഒരു കാര്യം സാധിക്കാൻ ഇത്രയൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ടോ? വേറൊന്നും കൊണ്ടല്ല വക്കീലെ, ആ സർവേ നമ്പറിലെ കുഴപ്പത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. സാറ് വിചാരിച്ചാൽ ശരിയാക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ സാർ കേക്കില്ല. വക്കീൽ എന്നൊന്ന് സഹായിച്ചേ പറ്റൂ. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ, അത് കഴിഞ്ഞ് ഞാൻ നാരായണൻകുട്ടിയെ വിളിച്ചോളാം. ഓ, ശരി വക്കീലെ. ഈ കാട്ടുപോത്തിനെ എങ്ങനെ സോപ്പിടും? കൂടെ നിന്നോളേ. എന്തായിരുന്നു കേസ്? കേസ് ഇപ്പൊ വിളിച്ചില്ലേ ഒരു സദാശിവൻ? ആ കേസ് എന്തായിരുന്നു? ആ, അതത്ര വലിയ കേസൊന്നുമല്ല, ഒരു നിസ്സാര കേസാ. നീ അങ്ങനെ നിസ്സാര കേസൊന്നും വാദിക്കില്ല എന്നാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ശരിയാ. പക്ഷേ ഈ സദാശിവന്റെ കേസ് ഞാൻ വാദിച്ച ജയിക്കൂന്നാണ് അയാൾ പറയുന്നത്. കക്ഷിയാണെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുവാ. അപ്പൊ പിന്നെ ഞാനൊന്ന് വാദിച്ചു നോക്കാന്ന് കരുതി. ചിലപ്പോ ജയിച്ചാലോ. വാദിച്ചു നോക്ക്. നീ കുറച്ചു മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കേസ് വാദിച്ച് ജയിച്ചാൽ കക്ഷിക്ക് ഒരു നന്ദിയും കാണില്ല, അതുകൊണ്ട് പൈസ മുൻകൂർ വാങ്ങിക്കണമെന്ന് അത് പറക്കണ്ട. അങ്ങനെയല്ല മോഹനേട്ടാ. പറഞ്ഞു വരുമ്പോ മോഹനേട്ടൻ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. എല്ലാരും അങ്ങനെ നന്ദിയില്ലാത്തവരല്ല. മോഹനേട്ടനെ പറ്റി പുകഴ്ത്തി പറയുന്നവര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയല്ലല്ലോ നീ കുറച്ചുമ്പ് പറഞ്ഞത്. അത് ഞാൻ വെറുതെ ഒരു വാശിക്ക് ജയിക്കാനായിട്ട് പറഞ്ഞതല്ലേ. എന്നോട് പലരും മോഹനേട്ടനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. സത്യം. അതിപ്പോ മോഹനേട്ടൻ എന്തെങ്കിലും സഹായം ചെയ്തവര് മാത്രമല്ല, മോഹനേട്ടൻ ഇതുവരെ ഒരു സഹായം ചെയ്യാത്തവര് പോലും മോഹനേട്ടനെ പറ്റി എന്നോട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, മോഹനേട്ടൻ ഒരു നല്ല മനുഷ്യനല്ലേ, സത്യസന്ധന ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ പിന്നെ ആളുകൾക്ക് ബഹുമാനം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചിലര് മോഹനേട്ടനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ നാരായണൻകുട്ടി വഴി വെച്ച് കണ്ടിരുന്നേ. നാരായണൻകുട്ടി പഞ്ചായത്തിന് മുന്നിൽ പണ്ട് തയ്യൽക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരു നാരായണൻകുട്ടിയില്ലേ? നാരായണൻകുട്ടിയല്ലേ പരമേശ്വര സാറിന്റെ കേസ് എനിക്ക് പിടിച്ചു തന്നത്? ആ നാരായണൻകുട്ടി. മനസ്സിലായി. പക്ഷേ അയാൾ അത്ര നല്ല കക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യിരിപ്പ് മോശമായതുകൊണ്ടാണല്ലോ തയ്യൽക്കട പൂട്ടിപ്പോയത്. അയ്യോ, അത് പൂട്ടിപ്പോയതൊന്നും അല്ല മോഹനേട്ടാ. ഇക്കാലത്ത് തയ്യൽക്കടയൊന്നും വലിയ ലാഭമില്ല എന്ന് പറഞ്ഞ് നാരായണൻകുട്ടി തന്നെ കട നടത്തിയതല്ലേ. അതുകൊണ്ടെന്താ, ആളിപ്പോ വലിയ ബ്രോക്കർ അല്ലേ. ഇക്കാലത്ത് സ്ഥലക്കച്ചവടത്തിന് അത്ര ലാഭമുള്ള വേറെ ഏത് ബിസിനസ്സാ ഉള്ളത്? നാരായണൻകുട്ടിയുടെ കയ്യിൽ ഇഷ്ടംപടി പൈസ ഉണ്ട്. പക്ഷെ ഉള്ളത് പറയാലോ മോഹനേട്ടാ, ആ കാശിന്റെ യാതൊരു അഹങ്കാരം നാരായണൻകുട്ടിക്കില്ല. മോഹനേട്ടനെ പറ്റി പറയുമ്പോഴുണ്ടല്ലോ 100 നാവ്. സത്യേട്ടും ഇന്നലെ മോഹനേട്ടനെ പറ്റി എന്തൊക്കെയാ നാരായണൻകുട്ടി പറഞ്ഞെന്നറിയാമോ? എന്ത്? ഉള്ളത് പറയാലോ വക്കീലെ. ഈ നാടിന്റെ അഭിമാനമാണ് മോഹനകൃഷ്ണൻ സാറ്. ഇത്രയും സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വേറെ എവിടെ കാണും? സത്യസന്ധനൊക്കെ തന്നെയാ. അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരില്ലേ നാരായണൻകുട്ടി? വക്കീൽ അങ്ങനെ പറയരുത്. എന്തുകൊണ്ട് യോഗ്യനായ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഈ ഭൂമിയിൽ കാണില്ല? മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയാറില്ലേ, അതുപോലെയാ വക്കീലിന് സാറിന് വിലയില്ലാത്തത്. വിലയില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. വക്കീലെ, സത്യം പറഞ്ഞ വക്കീൽ ഒരു ഭാഗ്യം ചെയ്ത സ്ത്രീയാ. ഇത്രയും യോഗ്യനായ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സർക്കാർ ജോലിയുണ്ട്, ലോകവിവരമുണ്ട്, പോരാത്തതിന് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും. കൈക്കൂലി വാങ്ങില്ല, കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല. ഈ സ്വഭാവങ്ങളെല്ലാം ഒത്തുവന്ന ഒരാള് മോഹനകൃഷ്ണ സാറ് മാത്ര.
ആ സാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ, അഭിമാനമല്ലേ, ഭാഗ്യമല്ലേ? മോഹനേട്ടാ, സത്യം പറയാലോ, നാരായണൻകുട്ടി മോഹനേട്ടനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ മോഹനേട്ടനെ പറ്റി നാട്ടുകാർക്ക് ഇത്ര നല്ല അഭിപ്രായമാണെന്ന് അറിയുന്നത് എനിക്ക് അഭിമാനമല്ലേ? എന്നിട്ട് ഇത്രയും നേരം നീ പറഞ്ഞോണ്ടിരുന്ന എന്താ? ആളുകൾക്കൊന്നും എന്നെ ബഹുമാനമില്ല, കാര്യം സാധിക്കാൻ വേണ്ടി വെറുതെ പോർത്തുന്നതാണ്, അതിലൊന്നും കാര്യമില്ല എന്നൊക്കെയല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ അപ്പോഴത്തെ ഒരു വാശിക്ക് പറഞ്ഞതല്ലേ, ചുമ്മാ. ആ, എന്തായാലും ആളുകൾക്ക് എന്നെ വളരെയധികം ബഹുമാനമുണ്ട് എന്നുള്ള സത്യം നീ ഇപ്പോഴെങ്ങനെ സമ്മതിച്ചല്ലോ. സന്തോഷം. എന്റെ പൊന്നു, പകുതി റെഡിയായി, ബാക്കി പകുതിയാണ് റിസ്ക്. മോനേട്ടാ, നമ്മളെ പറ്റി ഒരാൾക്കൊരു നല്ല അഭിപ്രായം ഉള്ളപ്പോ അതും മാറാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? എന്താ സംശയം? അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, പണത്തെക്കാൾ പ്രധാനമാണ് സൽപ്പേര്. സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ആവുന്നതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാരായണൻകുട്ടിക്ക് മോഹനേട്ടൻ ഒരു സഹായം ചെയ്ത് കൊടുക്കാമോ? എന്ത് സഹായം? അല്ല, ഇന്നലെ കണ്ടപ്പോ നാരായണൻകുട്ടി വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ അടുത്ത സമയത്ത് കുറച്ച് ഭൂമി വാങ്ങിയൊരു കാര്യം, ഒരു 20-25 സെന്റിലുണ്ട്. പക്ഷേ ആധാരത്തിലെ സർവേ നമ്പറിൽ എന്തോ ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല, ഒരു നിസ്സാര കാര്യ. മോഹനേട്ടൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം തീർക്കാമെന്നാണ് പറഞ്ഞത്. ഒരു നിസ്സാര കാര്യം വക്കീലെ. ആധാരം രജിസ്റ്റർ ചെയ്തപ്പോ സർവേ നമ്പറിൽ ഒരു കുരുക്ക്. എന്ത് കുരുക്ക്? ഞാൻ ഈ വാങ്ങിയ ഭൂമി പ്രകാശന്റെ അച്ഛന്റെ കാലത്ത് അവർ വാങ്ങിയതാ. 10-20 കൊല്ലമായി. അന്ന് ആധാരത്തിന്റെ സർവേ നമ്പരും വില്ലേജ് ഓഫീസിലെ സർവേ നമ്പരും തമ്മിൽ വ്യത്യാസം ഉണ്ടായി. അത് അന്ന് ആരും കാര്യമാക്കിയില്ല. ഞാനിപ്പോ സ്ഥലം മേടിക്കാൻ ചെന്നപ്പോ വില്ലേജ് ഓഫീസിലെ തണ്ടപ്പേരൊന്നും നോക്കാൻ പോയില്ല. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? പ്രകാശന്റെ ഭൂമി ആധാരത്തിൽ കാണുന്നത് പോലെ എന്റെ പേർക്ക് എഴുതി. ആധാരമൊക്കെ കഴിഞ്ഞ് പഴയ കരം തീർത്ത രസീത് നോക്കിയപ്പോഴാ അബദ്ധം മനസ്സിലായി. വില്ലേജിൽ നമ്പർ മാറി കിടക്കുക. അപ്പൊ അത് തിരുത്താനുള്ള വഴി നോക്കട്ടെ. സമയം എടുക്കും വക്കീലെ. പക്ഷെ അതിനു മുമ്പ് ഭൂമി പോക്കുവരവ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുഴയും. വക്കീലൊന്ന് ശുപാർശ ചെയ്ത മോഹനകൃഷ്ണ സാറ് കേൾക്കും. അയ്യോ, അത് ശരിയാവില്ല. അല്ല, ഇതില് നിയമപ്രശ്നമൊന്നും ഇല്ലല്ലോ വക്കീലെ. എല്ലാ വില്ലേജ് ഓഫീസർമാരും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരബദ്ധം പറ്റിയതാ. വക്കീല് സാറിനോടൊന്ന് പറയണം. പരമേശ്വര സാറിന്റെ കേസ് വക്കീലിന് പിടിച്ചു തന്നതിന്റെ പ്രത്യുപകാരമായിട്ടൊന്നുമല്ല ചോദിക്കുന്നത്. എനിക്ക് മോഹനകൃഷ്ണ സാറിനോട് നേരിട്ട് പറയാൻ ഒരു മടി. അതുകൊണ്ടാ. വക്കീലൊന്ന് സഹായിച്ചേ പറ്റൂ. അല്ല, സർവേ നമ്പർ ഒരു നിസ്സാര തെറ്റ് വന്നെന്ന് കരുതി പോക്കുവരവ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോഹനോട് ഞാൻ പറഞ്ഞോളാന്ന്. എന്റെ ആഫീസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഈ കാര്യം ഏറ്റെടുത്തത് ശരിയായില്ല. മോഹനേട്ടൻ എത്ര കുറ്റം പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പറഞ്ഞു വരുമ്പോ ഇത് മോഹനേട്ടന്റെ ആഫീസ് കാര്യമായിരിക്കും. പക്ഷെ എന്റെ ഭർത്താവിനെ പറ്റി ഇത്രയും നല്ലത് പറഞ്ഞ ഒരാളെ അങ്ങനെ പിണക്കി വിടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മോഹനേട്ടാ. നാരായണൻകുട്ടിക്ക് മോഹനേട്ടനോട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ, എന്തൊരു ബഹുമാനമാണെന്നറിയാമോ? അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ മോഹനേട്ടാ? ഭാമേ, പുഷ്കരൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ പറഞ്ഞു കാര്യം സാധിക്കാനായി പുഷ്കരൻ അഡ്വാൻസ് ആയി എന്നെ പുകഴ്ത്തിയതാണ് എന്ന്. പോക്കുവരവ് നടത്താനായി നാരായണൻകുട്ടി അഡ്വാൻസ് ആയി എന്നെ പുകഴ്ത്തിയാണെന്ന് ഞാൻ പറഞ്ഞാലോ? ഇത് അങ്ങനത്തേതേ അല്ല. ശരിക്കും ശരിക്കും നാരായണൻകുട്ടിക്ക് മോഹനേട്ടനെ വലിയ ബഹുമാനം. മോഹനേട്ടനെ പറ്റി പറയുമ്പോഴേ ആ മുഖത്തുണ്ടായ ആരാധന ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നമ്മളോട് സ്നേഹമുള്ളവരെ വെറുതെ അങ്ങനെ പിണക്കണോ? എന്നോട് സ്നേഹമോ ആരാധനയോ ഉള്ളത് കൊണ്ട് വില്ലേജ് ഓഫീസിലെ ഒരു കാര്യവും സാധിക്കില്ല. കാരണം അത് ഒരു സർക്കാർ ഓഫീസാണ്, സോപ്പെടുത്ത സ്ഥലമല്ല. ഓഫീസർ ഗൗരവത്തിലായി. ഇനി എന്തു ചെയ്യും? ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം.
മോനേട്ടാ, ഒരാൾ കുറച്ച് ഭൂമി വാങ്ങുന്നു കരുതുക. പലപ്പോഴും ആധാരത്തിലെ സർവേ നമ്പർ വില്ലേജ് ഓഫീസിലെ സർവേ നമ്പർ 2 ആയിരിക്കും. പണ്ട് തൊട്ടേ പലപ്പോഴായി പറ്റിയ അബദ്ധത്തിന്റെ ഭാഗമായിരിക്കില്ലേ അത്? അതെ. ഭൂമി വാങ്ങി ആധാരം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോ ആധാരത്തിലെ സർവേ നമ്പറിലെ രജിസ്റ്റർ ഓഫീസിലുള്ളൊരു നോക്കൂ. ആയിരിക്കും. അങ്ങനെ പറ്റുന്ന ഒരു അബദ്ധം വലിയൊരു അബദ്ധമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ മോഹനേട്ടാ? മനഃപൂർവ്വം തെറ്റിച്ചതൊന്നും അല്ലല്ലോ. അങ്ങനെ തെറ്റുവരാതിരിക്കാനാണ് ഭൂമി വാങ്ങി ആധാരം വാങ്ങുന്നതിന് മുൻപ് വില്ലേജ് ഓഫീസിൽ വന്ന് തണ്ടർപേർ രജിസ്റ്റർ നോക്കണമെന്ന് പറയുന്നത്. അത് ചെയ്യാത്തോണ്ടല്ലേ തെറ്റുപറ്റിയത്? എല്ലാവർക്കും മോഹനേട്ടൻ എത്ര വിവരം ഉണ്ടാവുമോ? അതങ്ങ് ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. മോഹനേട്ടൻ വിചാരിച്ചാൽ ആ പോക്കൂരോ നടത്തി കൊടുക്കാൻ പറ്റും. നാരായണൻകുട്ടി ഒരു പാവല്ലേ, ഒന്ന് സഹായിക്ക്. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് മോഹനേട്ടൻ നാരായണൻകുട്ടിയെ സഹായിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അയാള് എന്തൊക്കെയായിരിക്കും എല്ലാവരോടും പറയുക? മോഹനേഷ സാർ ഒരു കാട്ടുപോത്താണ്, മനസാക്ഷി ഇല്ലാത്തവനാണ്, ആരെയും സഹായിക്കാത്തവനാണ്, അങ്ങനെ എന്തൊക്കെ പറയും? എന്റെ മോഹനേട്ടനെ പറ്റി ആരും അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് സഹായിക്കൂ. ഇത്തവണ ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും നാരായണൻകുട്ടി പുറത്തിറങ്ങി പറയുക. അത് ഓർക്കുമ്പോഴേ എനിക്ക് രോമാഞ്ചം വരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് രോമാഞ്ചം വരുന്നത് നല്ലതിനല്ല. എന്നാലും നീ ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം നാരായണൻകുട്ടിയുടെ കാര്യം നോക്കാം. ഉച്ച കഴിഞ്ഞ് അയാളുടെ ഓഫീസിലേക്ക് വരാൻ പറയും. സത്യം? നീ പറഞ്ഞതുകൊണ്ട് മാത്ര, അല്ലാതെ എന്നെ പുകഴ്ത്തിക്കൊണ്ടല്ല. അതെനിക്കറിയാലോ. ഉത്തമന, ഈ നാരായണൻകുട്ടിയുടെ കാര്യം ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞ കാര്യം തൽക്കാലം ഉത്തമൻ അറിയണ്ട. ഇല്ല, അറിയുന്ന പ്രശ്നമേ ഉണ്ടാവത്തില്ല. ഞാൻ ഇറങ്ങുന്നു. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു. നാരായണൻകുട്ടിയുടെ മുന്നിൽ എന്റെ മാനം പോയില്ല. നമസ്കാരം സാറേ. സാറ് പോ ഇറങ്ങിയല്ലേ? എനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്നിട്ട് താലൂക്ക് ഓഫീസർ ഒന്ന് പോകണം. അതുകൊണ്ട് ഒരു 3 മിനിറ്റ് നേരത്തെ ഇറങ്ങേണ്ടി വന്നു. സാറേ, ഞാൻ വന്നത് പുരുഷോത്തമന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ്. ഇന്ന് എന്നെ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. പുരുഷോത്തമന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നാളെ തരാമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? അല്ല, അത് ശരിയാണ് സാറേ. പക്ഷെ ഇന്ന് കൊടുത്താൽ നന്നായിരിക്കും നാം ബാങ്ക് മാനേജർ പറഞ്ഞു. അതുകൊണ്ടാണ്. നോക്കട്ടെ. ഉത്തമൻ കുറച്ച് കഴിയുമ്പോ എന്നൊന്ന് വിളിച്ചാൽ. ഓ, ശരി ശരി ശരി. നമസ്കാരം ഡോക്കിയില്ലേ? നമസ്കാരം. ഞാൻ ഇറങ്ങുന്നു. നാരായണൻകുട്ടിയോട് എന്നെ വിളിച്ചിട്ട് ഓഫീസർ. ഓ, ഞാൻ പറഞ്ഞോളാം. എന്താണ് വക്കീല് പോകാൻ നേരത്തെ രഹസ്യം? അതൊരു ഭയങ്കര സംഭവത്തമ്മ. വില്ലേജ് ഓഫീസറെ കൊണ്ടൊരു കാര്യം സാധിക്കാനായി ഞാൻ പെട്ട പാടുന്നറിയോ ഉത്തമ? പക്ഷെ കാര്യം നടന്നു. എങ്ങനെ നടക്കാതിരിക്കും? ഞാനൊരു ഭയങ്കര വക്കീലല്ലേ. എന്റെ പൊന്നെ, എന്താണ് സംഭവം? ഉത്തമനായിട്ട് ഞാൻ കാര്യം പറയാം. നമ്മുടെ ബ്രോക്കർ നാരായണൻകുട്ടിയില്ലേ, പണ്ട് ആ തയ്യൽക്കട നടത്തിയ നാരായണൻകുട്ടി, അയാൾ എനിക്കൊരു പ്രധാനപ്പെട്ട കേസ് പിടിച്ചിരുന്നു. നമ്മുടെ പരമേശ്വര സാറിന്റെ കേസേ. ആ കേസ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ളതാ. ഇന്നലെ നാരായണൻകുട്ടി വന്ന് തിരിച്ചൊരു സഹായം എന്നോട് ചോദിച്ചു. ഒരു പോക്കോരോന്റെ കാര്യ. മോഹനേട്ടന്റെ അടുത്ത് പോയാൽ നടക്കില്ല, ഞാൻ ശുപാർശ ചെയ്യണോ എന്നും പറഞ്ഞാണ് വന്നത്. ഞാൻ ശുപാർശ ചെയ്തു, കാര്യം നടത്തും. കാര്യം നടന്ന് ഞാൻ വിശ്വസിക്കൂല. വക്കീലല്ല, സാക്ഷാൽ ബ്രഹ്മാവ് വന്ന് ശുപാർശ ചെയ്താലും കേൾക്കാത്ത ആളാണ് മോഹനേട്ടൻ സാർ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? ഉത്തമ, മോഹനേട്ടൻ കൈക്കൂലി വാങ്ങില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നല്ല ഒന്നാന്തരം പുകഴ്ത്തല് വീഴാത്ത ആരാണുള്ളത്? ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. വക്കീല് സാറിനെ പുകഴ്ത്തിയല്ലേ? ഇല്ലില്ല. പിന്നെ നാരായണൻകുട്ടി മോഹനേട്ടനെ പുകഴ്ത്തിയെന്ന് ഞാൻ പറഞ്ഞു. നാരായണൻകുട്ടിയാ? അതേന്ന്. നാരായണൻകുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടു എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ മോഹനേട്ടന്റെ അടുത്ത് പറഞ്ഞു. കൂട്ടത്തിൽ നാരായണൻകുട്ടി പറയാത്ത കുറെ കാര്യം കൂടെ ഞാൻ കൂട്ടി പറഞ്ഞു. മോഹനേട്ടൻ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായില്ലേ? എങ്ങനെയുണ്ട് ബുദ്ധി? വക്കീൽ ആള് കൊള്ളാലോ. ഞാൻ പറഞ്ഞല്ലേ ഉത്തമ, ഞാനൊരു ഭയങ്കര വക്കീലല്ലേ. സമ്മതിച്ചു. കൊള്ളാം ബുദ്ധി. വക്കീല് പറഞ്ഞത് കള്ളമാണെന്നറിഞ്ഞാൽ വക്കീലിനൊരു ഡൈവേഴ്സ് കേസായി.
നാരായണൻകുട്ടി, ഞാനാണ് സത്യഭാമ. ആ എന്തായി വക്കീലെ? ഒരു വിധത്തിൽ ഞാൻ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. മോഹനേട്ടനെ ഒന്ന് പറഞ്ഞു സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഉച്ച കഴിഞ്ഞ് വില്ലേജ് ചെന്നാ മതി. ഈശ്വര, സാർ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. ആ. ദേ, ഇനി ഇത്ര സഹായങ്ങൾ ചോദിച്ച് എന്റെ അടുത്ത് വരരുത്. പരമേശ്വര സാറിന് കേസ് പിടിച്ചെന്നതിന്റെ ഒരു നന്ദി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഓ ഓ ഓ. ആ, പിന്നൊരു കാര്യം, ഉച്ചയ്ക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ചെല്ലണം. 1 മിനിറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. സമയനിഷ്ഠയുടെ കാര്യത്തിൽ മോഹനേട്ടൻ ഭയങ്കര കുഴപ്പക്കാരാണെന്നറിയാലോ. ആ അതറിയാം. ഞാൻ കൃത്യം 1 മണിക്ക് തന്നെ എത്തിക്കോളാം. അങ്ങനെ വേണ്ട. കുറച്ചു കഴിയുമ്പോ വില്ലേജ് ഫോൺ ചെയ്ത് മോഹനേട്ടനോട് സമയം ചോദിക്കണം. ആ സമയത്ത് കൃത്യം ചെല്ലുകയും വേണം. ശരി വക്കീലെ, വലിയ ഉപകാരം. ആ പിന്നെ ഒരു കാര്യം കൂടി. അവിടെ ചെല്ലുമ്പോ മോഹനേട്ടനെ പുകഴ്ത്തി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. പുകഴ്ത്തിയോ? അല്ല, അതെന്തിനാ വക്കീലെ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. മോഹനേട്ടൻ ഭയങ്കര മാന്യനാണ്, സത്യസന്ധനാണ്, ജില്ലാ കളക്ടർ ആകേണ്ട ആളാണ് എന്നൊക്കെ വെച്ച് കാച്ചിക്കൊള്ളണം. അല്ല, ഈ പോക്കുവരവ് വിജയം അതൊക്കെ വേണോ? കാര്യം നടക്കണമെങ്കിൽ അതൊക്കെ വേണം. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നാരായണൻകുട്ടിക്ക് കൊള്ളാം. ശരി വക്കീലെ. ശരി. അല്ല, ഈ വില്ലേജ് ഓഫീസിൽ കൈക്കൂലി കൊടുത്ത് കാര്യം നടത്തണമെന്ന് കേട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ പുകഴ്ത്തണമെന്ന് ആദ്യമായിട്ട് കേൾക്കുക. ഇതാര്? നമസ്കാരമുണ്ട് നാരായണൻകുട്ടി. എന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ആ പ്രകാശന്റെ സ്ഥലം വാങ്ങിയതിൽ ചെറിയൊരു പ്രശ്നം, അത് തീർക്കുകയായിരുന്നു. എന്ത് പ്രശ്നം? സർവേ നമ്പറിലെ തെറ്റ്, അത്രേ ഉള്ളൂ. പക്ഷെ മോഹനകൃഷ്ണ സാറിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കുറച്ച് പാടുപെട്ടു. സാറ് സമ്മതിച്ചല്ലേ? ഒന്നും പറയണ്ട ഉത്തമ, ഞാൻ നേരിട്ട് എന്നാൽ സാർ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പണ്ട് ഞാൻ തയ്യക്കട നടത്തിയിരുന്നപ്പോഴേ അവിടെ വരുന്ന പെണ്ണുങ്ങളോട് ഞാൻ ശൃംഗരിച്ചു എന്ന് പറഞ്ഞ് പോലീസിനെ വരുത്തി എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് അയാളല്ലേ. അതോടെ നാട്ടിൽ എന്റെ മാനം പോയി. അങ്ങനെയാ ഞാൻ തയ്യക്കട പൂട്ടിയത്. സാറ് പറഞ്ഞാലും കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. കാര്യം ഉണ്ടായിരിക്കാം, പക്ഷെ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ അയാളുടെ കുടുംബക്കാരൊന്നും അല്ലല്ലോ. എടീ, നമ്മൾ ആണുങ്ങളാവുമ്പോ പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കും, പ്രേമിക്കും, അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ചോദിക്കാൻ ഇയാളാരാ? എനിക്കാണെങ്കിൽ ഇയാളെ കണ്ണെടുത്താ കണ്ടൂടാ. പക്ഷെ എന്ത് ചെയ്യും? പോക്കോരോ നടക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് വക്കീലിന്റെ കാല് പിടിച്ചു. ഇപ്പൊ വക്കീല് പറയുക വില്ലേജ് ഓഫീസിൽ ചെന്ന് ഞാൻ അയാളെ പുകഴ്ത്തണമെന്ന്. എന്ത് ചെയ്യാൻ? വേറെ വഴിയില്ലല്ലോ. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്നല്ലേ പറയുന്നത്. ഞാൻ പോയി അയാളെ പുകഴ്ത്താം, അല്ല എന്ത് ചെയ്യാനാ? പക്ഷേ ഉത്തമ, സത്യം പറയാലോ, എന്നെങ്കിലും ഇരുട്ടുവാക്കിന് അയാൾ എന്റെ കൈയിൽ കിട്ടും. അന്ന് അയാളെ ഞാൻ വച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ ഇവിടെ ഒന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ആ പോക്കുവരവ് ഇല്ലാതാക്കണ്ട. വക്കീല് കാല് പിടിച്ച് ശരിയാക്കിയ കേസാണ്. അയാളുടെ സ്വഭാവം കണ്ടല്ലേ വില്ലേജ് ഓഫീസ് അയാളുടെ അപ്പന്റെ വകയാണെന്ന് തോന്നും. ആ ലെവലാതി. എന്ത് ചെയ്യാം, നമ്മുടെ ഗതികേടായിപ്പോയില്ലേ. കാര്യം നടക്കുന്നവരെ ക്ഷമിക്കാം. ശരി ശരി, പോട്ടാ. അയ്യോ, ഹലോ സാറേ, ഞാൻ നാരായണൻകുട്ടിയാണ്. തയ്യക്കട നടത്തിക്കൊണ്ടിരുന്ന നാരായണൻകുട്ടി. നാരായണൻകുട്ടി ഇപ്പൊ പഴയതുപോലെ തയ്യൽക്കട നടത്തുന്ന ആളൊന്നും അല്ലല്ലോ. വലിയ ഭൂമി കച്ചവടക്കാരല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. ഈ ചെറിയ രീതിയിലൊക്കെ. അങ്ങനെയൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. അല്ലെങ്കിലും നാരായണൻകുട്ടിയെ പോലെ നല്ലൊരു മനുഷ്യന് നന്മ വരുന്നതിൽ എല്ലാവർക്കും സന്തോഷമല്ലേ ഉള്ളൂ. സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നതിന് വലിയ സന്തോഷ. ഓ, പിന്നെ സാറേ, ഞാൻ വിളിച്ചത് അറിയാം. ഭാമ പറഞ്ഞു. സാർ, പിന്നെ ചെറിയൊരു അബദ്ധം പറ്റി സാർ. അബദ്ധം ഞാൻ പൊതുവേ ക്ഷമിക്കാറില്ല. എന്നാലും ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു. സർവേ നമ്പറിലെ പിശക് കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും എനിക്ക് കാണണം. സാർ, എല്ലാം ഉണ്ട് സാർ. നന്നായി. സാറേ, ഞാൻ എത്ര മണിക്കാ സാറേ വരേണ്ടത്?
എനിക്ക് ഒരു 2 മണി കഴിയുമ്പോൾ താലൂക്ക് ഓഫീസിലേക്ക് പോകണം. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ സ്ഥലം അളക്കാനും പോകണം. ഒരു കാര്യം ചെയ്യൂ നാരായണൻകുട്ടി, ബന്ധപ്പെട്ട രേഖകളുമായി കൃത്യം 5:30 എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. സാർ ഞാൻ വരാം സാർ. രേഖകളെല്ലാം ഉണ്ടാകണം. ഓ, ഇല്ലെങ്കിൽ ഞാൻ പോക്കുവരവ് ചെയ്യില്ല. അതെനിക്കറിയാലോ സാർ. സാറിനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. സാർ, അപ്പൊ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വന്നോട്ടെ സാർ. സത്യസന്ധൻ. ആഹാ, നാരായണൻകുട്ടി എന്താ ഇങ്ങോട്ട് വന്നത്? വില്ലേജിലേക്ക് പോയില്ലേ അപ്പോ? ഇല്ല വക്കീലെ, സാറിനെ വിളിച്ചപ്പോ താലൂക്ക് ഓഫീസിൽ പോണം, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ സ്ഥലം ഇളക്കാൻ പോണം, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. അതെന്തായാലും കൊള്ളാം. സാധാരണ ആരെയും വീട്ടിലേക്ക് വരുത്തുന്ന ആളല്ല. ഇതിപ്പോ എന്റെ നിർബന്ധം കൊണ്ട് വരുത്തിച്ചതാ. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പുകഴ്ത്തലിന്റെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം വേണ്ട. ഫോൺ വിളിച്ചപ്പോ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട്. പുകഴ്ത്തലൊന്നും അങ്ങനെ വീഴുന്ന ആളല്ല മോഹനേട്ടൻ. പിന്നെ ഞാനൊരു തരത്തിലങ്ങ് പറഞ്ഞ് സമ്മതിപ്പിച്ചെന്നേ ഉള്ളൂ നാരായണൻകുട്ടിയുടെ കാര്യം. ആഹാ, ദാ മോഹനേട്ടൻ വരുന്നുണ്ടല്ലോ. ആ, കടലാസുകളെ കൊണ്ടുതന്നിട്ടുണ്ടല്ലോ. ഉണ്ട് വക്കീല്, എല്ലാം ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നാരായണൻകുട്ടി വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല സാർ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. സാറ് പറഞ്ഞത് 5:30 വരാനല്ലേ? ആ, കൃത്യം 5:30. മോഹനേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് നാരായണൻകുട്ടിയും ഇപ്പൊ ഭയങ്കര കൃതനിഷ്ഠക്കാരനായിരിക്കുക അല്ലേ? അതെ അതെ അതെ. ഈ നാട്ടിൽ സാറിനെ പോലെ കൃത്യനിഷ്ഠയുള്ള വേറെ ആരാ ഉള്ളത്? സത്യം പറഞ്ഞാൽ ഇത്രയും കൃത്യനിഷ്ഠ ക്ലോക്കിന് പോലും ഇല്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞ സാറിനെ വീട്ടിലേക്ക് വിളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാറിനെ പോലുള്ള ഒരാളിന്റെ വീട്ടിൽ വരാൻ പറ്റിയത് എന്റെ ഭാഗ്യ. എനിക്ക് സാറിന് അത്രയ്ക്ക് ബഹുമാന. മൊബൈലോ? പക്ഷെ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ അയാളുടെ കുടുംബക്കാരൊന്നുമല്ല. എടീ, നമ്മൾ ആണുങ്ങളാവുമ്പോ പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കും, പ്രേമിക്കും, അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ചോദിക്കാൻ ഇയാള്. ഇതൊക്കെ എന്താ? എനിക്കാണെങ്കിൽ ഇയാളെ കണ്ണെടുത്താക്കുന്നു. പക്ഷെ എന്ത് ചെയ്യും? ഓക്കോരോ നടക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് വക്കീലിന്റെ കാല് പിടിച്ചു. ഇപ്പൊ വക്കീല് പറയുക വില്ലേജ് ഓഫീസിൽ ചെന്ന് ഞാൻ അയാളെ പുകഴ്ത്തണമെന്ന്. എന്ത് ചെയ്യാൻ? വേറെ വഴിയില്ലല്ലോ. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്നല്ലേ പറയുന്നത്. ഞാൻ പോയി അയാളെ പുകഴ്ത്താം, അല്ല എന്ത് ചെയ്യാൻ? പക്ഷേ ഉത്തമ, സത്യം പറയാലോ, എന്നെങ്കിലും ഇരുട്ട് വാക്കിന് അയാൾ എന്റെ കൈ കിട്ടും. അന്ന് അയാളെ ഞാൻ വച്ചിട്ടുണ്ട്. അയ്യോ, ഇത് നാരായണൻകുട്ടിയുടെ ശബ്ദമല്ലേ? ഇതെന്താ ഇത്? അയാളുടെ സ്വഭാവം കണ്ടല്ലേ വില്ലേജ് ഓഫീസ് അയാളുടെ അപ്പന്റെ വകയാണെന്ന് തോന്നുന്നു. ആ ലെവലാ. നാരായണൻകുട്ടിയോടാണ് ചോദിച്ചത് എന്താ ഇതെന്ന്. എന്താ മോനട്ട് ഇത്? എന്നോടുള്ള ബഹുമാനം കൊണ്ട് നാരായണൻകുട്ടി നാട്ടിലിറങ്ങി പറയുന്നത് ഇതൊക്കെയാണ്. പക്ഷെ നിന്നോട് മാത്രം അങ്ങനെ അല്ല പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് നീ തന്നെ നാരായണൻകുട്ടിയോട് ചോദിക്കണം. ഞാൻ ഈ ഷർട്ടും മുണ്ടും മാറുന്ന സമയം മാത്രമേ കിട്ടൂ. അത് കഴിഞ്ഞാൽ പിന്നെ നാരായണൻകുട്ടിയെ ഇവിടെ കാണരുത്. എന്താ നാരായണൻകുട്ടി സംഭവം? ഇതൊക്കെ ഞാൻ ആ ഉത്തമനോട് പറഞ്ഞതാണല്ലോ. ഇതൊക്കെ സാറിനെങ്ങനെ കിട്ടി? അപ്പൊ നാരായണൻകുട്ടി എന്റെ മോഹനേട്ടനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? അത് കൊള്ളാലോ.
മോഹനേട്ടന് ഇരുട്ടുവാക്കിന് കിട്ടി എന്ത് ചെയ്യുന്നാണ്? തല്ലുന്നോ? തലയിലേക്ക് വാ താൻ. പോ. അല്ല മോനേട്ടാ, ഈ നാരായണൻകുട്ടി ഇത്ര ഭയങ്കരനാണെന്ന് ഞാൻ കരുതിയില്ല. വൃത്തിയായിട്ട മനുഷ്യൻ. മോഹനേട്ടനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? നാരായണൻകുട്ടിക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം അതാണല്ലോ. പക്ഷെ നീ പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല, കാര്യം നടക്കണമെങ്കിൽ എന്നെ പുകഴ്ത്തണമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരെ. പക്ഷെ നാരായണൻകുട്ടിയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. മോഹനേട്ടനെ പറ്റി എന്നോട് ഇതുവരെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. പറഞ്ഞാൽ അവന്റെ കാര്യം നടക്കില്ല എന്ന് അവന് നന്നായിട്ടറിയാം. പക്ഷേ ഉത്തമനോട് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നാരായണൻകുട്ടി കരുതി. നാരായണൻകുട്ടി അങ്ങനെ കരുതുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണല്ലോ ഉത്തമനെ ഞാൻ നാരായണൻകുട്ടിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. പറഞ്ഞോട്ടോ? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഉത്തമൻ വരാനായി വഴിയിൽ കാത്തുനിന്നു. ഇതെന്തോന്ന് മോനേഷ് സാറാ? സാർ ഇവിടെ നിൽക്കുന്ന എന്തിനാ? ആഫീസിൽ പോകുന്നില്ലേ? ആഫീസിൽ പോയെങ്കിൽ ഞാൻ ഇവിടെ കാണും. അല്ല, സാർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. എന്ത് കാര്യം? ഞാൻ ഈ ഉത്തമനൊരു സഹായമാണ്. അതാണ് സാർ പറഞ്ഞത്. ഞാൻ ഏറ്റ്. നമ്മുടെ നാരായണൻകുട്ടിയെ എനിക്കൊന്ന് കാണും. എന്തിനാണ് സാറേ? അവനെ പറ്റി ഭാമ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ല. അത് സത്യമാണോ എന്ന് ഉത്തമൻ കണ്ടുപിടിച്ച് തരണം. അല്ല സാറേ, ഞാൻ ഇപ്പൊ ഇത്തിരി പുരുഷോത്തമന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ കിട്ടണമെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി അത് എഴുതണം. ഉത്തമൻ എന്നെ സഹായിച്ചില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് എഴുതാൻ എനിക്ക് നാളെ തോന്നുന്നു. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയൂ. അങ്ങനെ ഉത്തമൻ നാരായണൻകുട്ടിയെ കണ്ടു, സംസാരിച്ചു. ഈ ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് എനിക്ക് കൊണ്ടു തന്നു. ഈ ഫോൺ ഉത്തമന്റെ? ഉത്തമൻ തന്നതാ. ഇതെങ്ങനെയാണ് ഓണാക്കേണ്ടതെന്നും പഠിപ്പിച്ചു തന്നു. മോഹനേട്ടൻ ഞാൻ വിചാരിച്ചവരൊന്നും അല്ലോട്ടോ. ഭയങ്കരനാണല്ലോ. രാവിലെ നീ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഭാമേ? ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. നാരായണൻകുട്ടി എന്നെ പുകഴ്ത്തി, ഞാൻ സൂക്ഷിച്ചു. എനിക്കൊരബദ്ധം പറ്റിയതാ. ഇതിനി ഞാൻ മനസ്സിൽ വെച്ചോട്ടൊന്നും ഇരിക്കണ്ട. സോറി. തെളിവില്ലെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാമെന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ മലയാളികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. സാഹചര്യത്തിന്റെ ഗൗരവം അറിയാവുന്നതുകൊണ്ട് മോഹനകൃഷ്ണൻ ഒരു തെളിവുണ്ടാക്കിയതാണ് നമ്മൾ കണ്ടു തീർത്തത്. മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ശബ്ദം തെളിവാണ് എന്ന് സത്യഭാമ സമ്മതിച്ചതിനാൽ ഇന്നത്തേക്ക് വിടാം.